ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്ര ഉത്സവ കൊടിയേറ്റിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വിട്ടുനിൽക്കുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റിയതിനാൽ ഭക്തരുടെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്നാണ് പിന്മാറ്റം. കൊടിയേറ്റിനോട് അനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ഇവർ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഇന്നലത്തെ നിലപാട് മാറ്റം, അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്, പ്രസിഡന്റിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭക്തരുടെ പ്രതിഷേധം എന്ന വാർത്തയും പുറത്തു വരുന്നത്. എന്താണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ സംഭവിച്ചത്? ശ്രീജിത്ത്, കേൾക്കാമോ? ശബരിമല കൊടിയേറ്റ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് ഭക്തർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരെ പ്രതിഷേധമുയർത്തുമെന്ന വാർത്ത, അത്തരത്തിൽ ചില സൂചനകൾ വന്നതിനെ തുടർന്ന് കൊടിയേറ്റ് ചടങ്ങിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വിട്ടുനിൽക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭ്യമാകുന്നത്. ശബരിമല വിഷയത്തിൽ ഭക്തർ പ്രതിഷേധിക്കുമെന്ന സൂചന അവർക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസ് ഇപ്പോൾ കോട്ടയത്തെത്തിയിട്ടും അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് അങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ല എന്നാണ്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ്? ഭക്തരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചിരുന്നോ പ്രസിഡന്റിന്? തീർച്ചയായും അങ്ങനെ ലഭിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ തന്നെ ബോർഡ് അംഗം വിജയകുമാർ കോട്ടയത്തേക്ക് യാത്ര തിരിക്കുകയും യാത്രാ മധ്യേ മടങ്ങിപ്പോവുകയും ഇവിടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു ബോർഡ് അംഗമായ KP ശങ്കരദാസ് കോട്ടയത്ത് തിരുനക്കര ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൌസിൽ എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ വരെയും കോട്ടയത്തുണ്ടായിരുന്നു. ഇവിടേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ ആരും തന്നെ എത്തിയില്ല. ബോർഡ് പ്രസിഡന്റ് ഇന്നലെ തന്നെ ഇവിടേക്ക് എത്തുന്നതിൽ അസൗകര്യം അറിയിച്ചിരുന്നു എന്നും ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവരാരും തന്നെ സാധാരണ നിലയിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. പതിവായി ബോർഡിന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ ഉത്സവ കൊടിയേറ്റിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഉത്സവ കൊടിയേറ്റിൽ പങ്കെടുത്താൽ അവസാനം കൊടിയിറങ്ങുമ്പോഴും പങ്കെടുക്കണമെന്ന വിശ്വാസപരമായ പ്രശ്നമുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് ബോർഡ് അംഗങ്ങൾ തങ്ങളെ അറിയിച്ചതെന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാംസ്കാരിക സമ്മേളനത്തിലും ഇവർ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്ന വിവരമനുസരിച്ച് ഇന്നൊരു പ്രതിഷേധമുണ്ടായാൽ അത് വരുന്ന ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ പരിപാടികളുണ്ട്. അവിടെയൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു പ്രതിഷേധം ഒരു തുടർക്കഥയായി മാറുന്ന അവസ്ഥയുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ പിന്മാറ്റം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊടിയേറ്റത്തിലും സാംസ്കാരിക സമ്മേളനത്തിലും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. ഈ നേരത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന ഉറപ്പ് ഈ ക്ഷേത്ര അധികാരികൾക്ക് നൽകിയോ? ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ചടങ്ങിൽ പതിവായി ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമാണ്. ഇവിടെ ഭക്തരുടെ ഭാഗത്ത് നിന്ന്, ഒപ്പം ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് ലഭിച്ച വിശദീകരണം എന്താണ്? ഇനി ചടങ്ങിൽ എത്തില്ല, ഈ പൊതുസമ്മേളനത്തിലടക്കം പങ്കെടുക്കില്ല എന്ന കൃത്യമായ വിവരം ഇവരെ അറിയിച്ചു കഴിഞ്ഞോ? അതിപ്പോഴാണ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇവർ പങ്കെടുക്കുമെന്ന വിവരം തന്നെ ഉണ്ടായിരുന്നു, ബോർഡിന്റെ പ്രവൃത്തികൾ പങ്കെടുക്കുമെന്ന വിവരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിശ്വാസപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്മാറ്റമെന്നാണ് KP ശങ്കരദാസും ഒപ്പം തന്നെ വിജയകുമാറും അറിയിച്ചിരിക്കുന്നതെന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീകുമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും പക്ഷേ വിശ്വാസപരമായ പ്രശ്നം കൊടിയേറ്റിൽ പങ്കെടുക്കുന്നതിന് മാത്രമാണുള്ളത്. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. പക്ഷേ അതിലും അവർ പങ്കെടുത്തില്ല എന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇവരാരും കോട്ടയത്ത് എത്തുകയും ചെയ്തതാണ്. KP ശങ്കരദാസ് നമ്മളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ കോട്ടയത്തുണ്ട് എന്ന് രാവിലെ പറയുകയും ഇവിടെ കൊടിയേറ്റിന് എത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. പല മാധ്യമങ്ങൾ വിളിച്ചപ്പോഴും അത്തരത്തിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹം എടുക്കുന്നില്ല. എന്തായാലും ഏതെങ്കിലും സമയത്ത് ഒരു പക്ഷേ ഇവിടേക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിയേറ്റ് സമയത്ത് വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അതിന് ശമനമുണ്ടാകുന്ന ഏതെങ്കിലും സമയത്ത് ഇനിയും ഇവരാരെങ്കിലും എത്തുമോ എന്ന കാര്യം ഇനിയും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഈ അവരുടെ നിശ്ചയിച്ച പരിപാടികളിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നു. അത് ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്ന് തന്നെയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീജിത്ത്, അതായത് ഈ ശ്രീജിത്ത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഭക്തരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉള്ളതായി എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവർ തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും
ഇവരെ വന്നിറങ്ങുമ്പോൾ പ്രതിഷേധിക്കുക എന്ന രീതിയിൽ ഭക്തരുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉള്ളതായി നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ? തീർച്ചയായും അത്തരം വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ദേവസ്വം ബോർഡ് വഞ്ചിച്ചു എന്നതാണ് ശബരിമല കർമ്മസമിതി അടക്കം ഇന്നലെ നടത്തുന്ന ഒരു നിലപാട്. അവരുടെ പ്രതിഷേധവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, ക്ഷേത്രങ്ങളിൽ അടക്കം ഉണ്ടാകും. പക്ഷേ ക്ഷേത്രങ്ങളിൽ ഒരുപക്ഷെ ഇവർ വന്നിറങ്ങുന്ന സ്ഥലത്തായിരിക്കും പ്രതിഷേധം ഉണ്ടാകുക എന്നായിരുന്നു നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം ക്ഷേത്രത്തിനുള്ളിലാണ്, നാലമ്പലത്തിനുള്ളിലാണ് കൊടിയേറ്റും മറ്റും നടക്കുന്നത്. അവിടെ ശരണം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകും. പുറത്ത് മറ്റു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്ന് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷെ ഇവരാരും പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും വരും എന്ന ദിവസങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭക്തരുടെ പണം ഉപയോഗിച്ചാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് വിശ്വാസികളുടെ വിശ്വാസത്തെ ലംഘിച്ചുകൊണ്ട്, ഹനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി നിലപാടെടുത്തു എന്നതാണ് സമരരംഗത്ത് ഏറ്റവും പ്രമുഖമായി നിൽക്കുന്ന ശബരിമല കർമ്മസമിതി അടക്കം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിനെതിരായ പ്രതിഷേധമുണ്ട്. നാളെ 8-ാം തീയതി സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തലത്തിൽ കർമ്മസമിതി പന്തം കൊളുത്തി പ്രകടനത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റുമാനൂർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, ശബരിമല കഴിഞ്ഞാൽ സംസ്ഥാനത്തെ പ്രധാന ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ. അവിടുത്തെ കൊടിയേറ്റ ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ ആരെങ്കിലും പതിവായി പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ആരും എത്തിയില്ല. അത് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് നിലപാടിൽ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെന്ന് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ വീണ്ടും വാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇന്നലത്തെ ഉത്തരവ് പിൻവലിച്ച് കൂടുതൽ വാദം കേൾക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം കോടതി തള്ളി. അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകാമെന്നും കോടതി ആവർത്തിച്ചു. എഴുതി നൽകുന്ന വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും തുറന്ന കോടതിയിൽ വാദത്തിന് അവസരം നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷനു വേണ്ടി മാത്യൂസ് നെടുമ്പാറയാണ് കേസ് ഇന്നും കോടതിയിൽ ഉന്നയിച്ചത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അസാധാരണമായ സാഹചര്യം, അത്തരത്തിൽ അനുവദിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കെ എന്തായിരുന്നു മാത്യൂസ് നെടുമ്പാറയുടെ ലക്ഷ്യം? ഏത് രീതിയിലാണ് അദ്ദേഹം കോടതിക്ക് മുൻപാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്? രഞ്ജിത്ത്, തീർത്തും അസാധാരണമായ സാഹചര്യം തന്നെയാണ് ഇന്ന് കേസിലുണ്ടായിരിക്കുന്നത്. ഇന്നലെ ശബരിമല ഹർജികളിൽ 3.5 മണിക്കൂറോളം നീണ്ട വാദത്തിന് ശേഷം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജികൾ ഉത്തരവിനായി മാറ്റിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയുടെ സിറ്റിംഗ് തുടങ്ങിയപ്പോഴാണ് അയ്യപ്പ ഭക്തരുടെ ദേശീയ അസോസിയേഷന് വേണ്ടി അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ഈ കേസ് വീണ്ടും കോടതിയിൽ ഇന്ന് മെൻഷൻ ചെയ്തത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ തനിക്ക് വാദത്തിന് അവസരം ലഭിച്ചില്ല. താൻ വാദിക്കാനായി തയ്യാറായി നിന്നെങ്കിലും ചീഫ് ജസ്റ്റിസ് തന്നോട് മോശമായി പെരുമാറി തനിക്ക് വാദത്തിന് അവസരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും വാദത്തിനായി അനുമതി നൽകണമെന്ന ആവശ്യമാണ് മാത്യൂസ് നെടുമ്പാറ ഇന്ന് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ വെച്ചത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വീണ്ടും വാദത്തിന് അവസരം നൽകാൻ കഴിയില്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകുന്നതിനായി 7 ദിവസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. മാത്യൂസ് അടക്കമുള്ള എല്ലാ അഭിഭാഷകർക്കും വാദങ്ങൾ എഴുതി നൽകാം. എഴുതി നൽകുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട് എന്നും പുതുതായി വാദത്തിന് അവസരം നൽകേണ്ട എന്തെങ്കിലും അതിലുണ്ട് എന്നും തോന്നിയാൽ തുറന്ന കോടതിയിൽ വീണ്ടും വാദം കേൾക്കാൻ തയ്യാറാണ് എന്നും ചീഫ് ജസ്റ്റിസ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി ഈ കേസ് വീണ്ടും പുനരാരംഭിച്ചുകൊണ്ട് അതിൽ വാദത്തിന് തുറന്ന കോടതിയിൽ അവസരം നൽകില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യമാണ് തള്ളിയിരിക്കുന്നത്. നേരത്തെ ഇന്നലത്തെ ഉത്തരവിൽ പറഞ്ഞതുപോലെ രേഖാമൂലം വാദങ്ങൾ എഴുതി നൽകാനുള്ള അനുമതി മാത്രമാണ് അഭിഭാഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്യൂസ് നെടുമ്പാറ ശബരിമലയിലെ സംഘർഷങ്ങൾ, ഒപ്പം സഭാതർക്കവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ തർക്കങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിലേക്കൊന്നും കടക്കാതെയാണ് ചീഫ് ജസ്റ്റിസ് അനുമതി നിഷേധിച്ചത്. രഞ്ജിത്ത്, ശരി. ഉണ്ണി, അധോലോക കുറ്റവാളി രവി പൂജാരി PC ജോർജിനെ വിളിച്ചതിന് സ്ഥിരീകരണം. രവി പൂജാരി പിടിയിലായ സെനഗലിൽ നിന്ന് 4 ഇന്റർനെറ്റ് കോളുകൾ PC ജോർജിന്റെ മൊബൈലിലേക്ക് വന്നതായി കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, PC ജോർജിനെ പോലെയുള്ള സംസ്ഥാനത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ രവി പൂജാരി വിളിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? ഏത് തരത്തിലുള്ള കോളാണ് PC ജോർജിന് വന്നത്? രഞ്ജിത്ത്, നേരത്തെ അധോലോക കുറ്റവാളി രവി പൂജാരി തന്നെയും വിളിച്ചിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നതായും PC ജോർജ് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതി കൈമാറുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര ഏജൻസികൾ നടത്തി ഈ നമ്പർ വെച്ച് പരാതി ഞാൻ പുറത്താക്കണം പറയാൻ പറ്റില്ല. ഈ ഗുണ്ടകൾ പരസ്യമുള്ള ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയാൻ. പക്ഷേ
അയാൾ അറസ്റ്റായ ദിവസം നമ്മളിങ്ങനെ വിളിച്ചിരുന്ന ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു സങ്കടം. എനിക്കെതിരായിട്ട് ഇറങ്ങിയ ട്രോള് നിങ്ങൾ കണ്ട് എത്രയോ മോശമാണ്. മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ വേണ്ടി പറയും ഞാൻ കള്ള പറയുന്നത്. എത്ര വൃത്തികെട്ട പ്രചരണം എനിക്കെതിരെ നടത്തി. ആ വൃത്തികെട്ട പ്രചരണം നടത്തിയ തെണ്ടിയ മനസ്സിന്റെ ഉടമ എനിക്ക് ചോദിക്കണം ഇപ്പൊ എന്ത് പറയാനുണ്ട്. കാരണം എറണാകുളത്തൊരു സിനിമാക്കാരിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് SP ഷംസുദ്ദീനാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം മിനിയാൻ തന്നെ വിളിച്ചു. രവി പൂജാരി വിളിച്ചിരുന്നു. എനിക്ക് രവി പൂജാരി വേണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ 2 പ്രാവശ്യം വിളിച്ചു. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം മലയാളമാണ്, അത് അയാളല്ലല്ലോ. 2 പ്രാവശ്യം വിളിച്ച് ഇംഗ്ലീഷ് ഹിന്ദി ചേർത്താണ് എന്നെ വിളിച്ചിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ 6 പ്രാവശ്യം ഇയാൾ തന്നെയാണ് വിളിച്ചത്. ഇയാൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. സത്യസന്ധമായ വിളി അയാൾ തന്നെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കൊള്ളാം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മറുപടിയും പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ട് ഒളിച്ചോടാനൊന്നും ഉദ്ദേശിക്കില്ല. അവനെ അങ്ങനെ വലിയ ഗുണ്ടയാണെങ്കിൽ നമുക്ക് നേരിടാമെന്നുള്ള ധൈര്യം എനിക്കുള്ളത്. മെസ്സേജ് ഉണ്ട്, എൻ്റെ ഫോണിനകത്തുണ്ടത്. യുവർ ചിൽഡ്രൻ ഷെയ്ൻ ആൻഡ് ഷോൺ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല, നോക്കണം. അത് പോലീസുകാർ കാണിച്ചപ്പോഴാണ് കണ്ട ഞാൻ. അത് ഒരാളെ കൊല്ലും ഇതാണ് എഴുതിയിരിക്കുന്നത്, ഒരാളെ കൊല്ലുന്നു. അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ ഇയാളല്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം ചെയ്തു, നമ്മളതിനുള്ള സംവിധാനം നമ്മുടേതായി നമ്മൾ ചെയ്തു. എൻ്റെ 2ാമത്തെ പയ്യൻ മെഡിക്കൽ കോളേജ് പഠിക്കുക. അവനറിയാതെ, അവനോട് ഇത് പറഞ്ഞ് അവനെ ഭയപ്പെടുത്തുന്ന കാര്യമില്ലാത്തതുകൊണ്ട് അവനറിയാതെ അവന് പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടാവാതെ നമ്മുടേതായ പ്രൊട്ടക്ഷൻ നമ്മൾ അവർ കോളേജിലും അറിയിച്ചില്ല, ആരെയും അറിയിച്ചില്ല. അപ്പം ഇറങ്ങുന്ന അവൻ താമസിക്കുന്നിടത്ത് താമസം വേറൊരു സ്ഥലത്താക്കി, എന്നുവെച്ചാൽ അവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തു. പിന്നെ മൂത്തവൻ എപ്പോഴും അതിൻ്റെ പുറകിൽ കൂടുതൽ ആളുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല, നേരിടാമെന്ന്. ഇതൊക്കെ ഈ ഗുണ്ടകളെ നേരിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുണ്ടായുസം കൊണ്ട് തന്നെ നേരിടണം. അല്ല വെട്ടാൻ വരുന്ന പോത്തിനോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമയെന്ന് പറഞ്ഞാൽ നിൽക്കുമോ? പോത്ത് വെട്ടിച്ചു പോകും. വെട്ടാൻ വരുന്നതിനെ തലമണ്ടക്കിട്ട് നല്ല കാലിലെടുത്ത് ഒരെണ്ണം കൊടുത്താൽ ആ പോത്ത് ഇട്ടേച്ചോടും. മനസ്സിലായോ? അത് എൻ്റെ പോളിസി അതാ. എന്നോട് ക്ഷമിക്കുക. ഗുണ്ടായുസം ആ പറഞ്ഞില്ലേ ഫ്രാങ്കോ മെത്രാനെ രക്ഷിച്ചെന്ന്. അത് എന്നെ കൊന്നതുകൊണ്ട് കാര്യമില്ല. അവനെ എനിക്ക് വേദനിക്കണമെങ്കിൽ അതല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്. എന്നെ കൊന്നതിൻ്റെ പ്രശ്നം തീർന്നില്ലേ? അതായത് ആ ഫ്രാങ്കോ മെത്രാനെ രക്ഷിച്ചതിൽ ഉള്ള വിരോധത്തിൻ്റെ പേരിൽ അവരുടെ കൊട്ടേഷനാണിത്. അല്ലെ പിന്നെ ഈ രഘുപൂജാരിക്ക് എന്താ കാര്യം? ഞാനുകളായിട്ട് അറിയില്ലല്ലോ. ആ കന്യാസ്ത്രീ കേസ് അതിൽ ഫ്രാങ്കോ മെത്രാൻ നിരപരാധിയാണെന്ന് നിങ്ങൾ 100% ബോധ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ ഫ്രാങ്കോ മെത്രാന് അത് വളരെ മാനസികമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ തകർന്നായിരുന്നല്ലോ. ആ വിരോധം വളരെ വലുതാണ്. അതിൻ്റെ പേരിലുള്ള കൊട്ടേഷനാണ്, സംശയമൊന്നും വേണ്ട. എനിക്കത് വിശ്വാസം. കാരണം മലയാളത്തിൽ ചോദിച്ചതാണ്, ഫ്രാങ്കോ മെത്രാനെ രക്ഷിക്കാൻ നിങ്ങൾക്കെന്താണ് കാര്യം? ഞാൻ നീ എന്താ തന്നെ ഇരിക്കുന്നത് ഞാൻ തിരിച്ചും ചോദിച്ചു. സാറില്ല, എനിക്ക് പോലീസ് സംരക്ഷണം ഞാൻ ചോദിച്ചില്ല. എന്തിനും നീ ഇത് ചുമ്മാ വല്ലതും വിളിച്ച ഉടനെ പോലീസിൻ്റെ പുറകിലൊക്കെ വേറെ പണിയൊന്നുമില്ലേ? പിന്നെ ഇതൊക്കെ അന്വേഷിക്കണം, ഗുണ്ടാളാണല്ലേ. അതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DGP കൊടുത്തു, DGP പരാതി കൊടുത്തു. ഒരു അരമണിക്കൂറിനകം നമ്മുടെ IT സെല്ലിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു, എൻ്റെ ഫോം മേടിച്ചുകൊണ്ട് പോയി. അവരതിൽ നിന്ന് ഈയിടെ മെസ്സേജുകൾ വന്ന് അതെല്ലാം ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? അതെല്ലാം എടുത്തിട്ടുണ്ട് അവർ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാൻ ഞാൻ മിണ്ടാൻ പോയില്ല. പക്ഷേ മിനിയാന്നിപ്പം ഈ മറ്റേ എറണാകുളം കേസ് അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അവിടെ നിന്ന് അയാൾ തന്നെയാണ് വിളിച്ചത്. ഞാൻ വിചാരിച്ച ഇത് വേറെ ആരെങ്കിലും ചുമ്മാ നമ്മളെ ഒന്ന് നമ്പരിടുന്നതെന്നായിരുന്നു എൻ്റെ മനസ്സിലിരുന്നു. ഇപ്പോഴാ മനസ്സിലായി അയാൾ തന്നെയാണ്. അന്നേരെ പിന്നെ ഈ പോകുമ്പോഴേ വന്നപ്പോൾ ഞാൻ MLA കൊടുത്തില്ല. ആദ്യത്തെ ഫോൺ എൻ്റെ കിട്ടുമ്പോൾ ഒരു 2 മാസമാകത്ത് ആയിരുന്നു. അല്ല, ഇംഗ്ലീഷാണ്.
ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദിയുണ്ട്. ഇംഗ്ലീഷ് ഹിന്ദിയും ചേർന്ന സംസാരമായിരുന്നു. നോൺസെൻസും റാസ്കലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്നാ ശ്രുതിയല്ല അവനെ കേട്ട് കിട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം അവന്. അങ്ങനൊന്നും പേടിക്കാൻ എനിക്ക് സൗകര്യമില്ല. ക്ഷമിക്കണം. അതോ എന്നെ അധോലോകം, അവൻ അധോലോകം കൊണ്ട് വരുമ്പോൾ നല്ല നല്ല പെടപടച്ച് കൊടുത്താൽ പൊക്കോളും. നല്ല കാപ്പിമുട്ടി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈരാറ്റുപട, എനിക്കൊരു ഭയമില്ല. ഈരാറ്റുപട എൻ്റെ വീടിരിക്കുന്നത്. അവിടെ ഒരു അനക്കം ഉണ്ടായാലും 1000 പേര് മുസ്ലിങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? മിണ്ടുന്നതിന് ഇപ്പോൾ കൂടും 1000 എണ്ണം. അവരെ 10 100 ഗുണ്ടകൾ വേണേൽ വന്നേരെ നോക്കാം, നേരിടാം. പറയാതെ വന്നേരെ നേരിടാം. പെരയ്ക്കകത്ത് ഒരു ഫോൺ മതി, ഒരു 1000 പേരോടെ കൂടും. മനസ്സിലായോ? അതുകൊണ്ട് പേടിയെന്ന് സാധനമില്ല. അത് അങ്ങനെയൊക്കെ ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന്. വേണ്ടാത്ത വർത്താനം വേണ്ട കാര്യം നമുക്കില്ല. ഇനി കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ കേസിന് നടക്കാറില്ലേ? എനിക്കതിന് നേരെയില്ല. മനസ്സിലായില്ലേ? അവരുടെ കേസുകൾ തെളിയിക്കാൻ നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ആകെ നമുക്കുള്ളത് മലയാളത്തിൽ ഈ +8244 നിന്ന് അയാൾ സംസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യം മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ അയാളുടെ ചോദ്യം മുഴുവൻ ഫ്രാങ്കോയാണ്. ഫ്രാങ്കോ മെത്രാനെ രക്ഷിക്കാൻ ഇറങ്ങാൻ തനിക്ക് എന്ത് കാര്യം? ഇതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ആ സെറ്റായിരിക്കണം കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പോൾ അതിൻ്റെ പേരിലല്ല, അതും പറയാനാണ്. അതിപ്പോൾ കന്യാസ്ത്രീ പേരോട് ഇരിക്കേണ്ട കിട്ടാൻ. SS ശരൺ ചേരുന്നു. PC ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഫ്രാങ്കോ മെത്രാനൊപ്പം നിന്നതിന്റെ, കന്യാസ്ത്രീ വിഷയത്തിൽ ഫ്രാങ്കോ മെത്രാനൊപ്പം നിന്നതിന്റെ, ഫ്രാങ്കോ മെത്രാനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാണ് കോളുകൾ വന്ന് തനിക്ക് ഭീഷണി കോളുകൾ വന്നത് എന്ന രീതിയിലാണ്. ശരൺ, ഈ പോലീസിന് PC ജോർജ് പരാതി നൽകിയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന കാര്യം എന്താണ്? ഭീഷണി കോളുകളാണോ PC-യുടെ ഫോണിലേക്ക് വന്നത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും PC ജോർജ് നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് കന്യാസ്ത്രീകൾക്കെതിരെ, ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ് തനിക്ക് നേരെ ഇത്തരത്തിലൊരു വധഭീഷണി ഉണ്ടായെന്നുള്ള കാര്യമാണ്. രവി പൂജാരി വിളിക്കുമ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ വധഭീഷണി ഉയർത്തുന്നത് അടക്കം. തനിക്ക് നേരെ മാത്രമല്ല തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയും വധഭീഷണി ഉണ്ടായെന്നുള്ള കാര്യവും അദ്ദേഹം കഴിഞ്ഞ ആ ദിവസം പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ ഇത് പൊതുസമൂഹം വലിയ ഗൗരവത്തോടു കൂടിയല്ല നോക്കിക്കണ്ടത്. കാരണം ഇത്തരത്തിലൊരു കോള് സംസ്ഥാനത്തെ ഒരു നേതാവിനെ, അധോലോക കുറ്റവാളിയായ രവി പൂജാരി സംസ്ഥാനത്തെ ഒരു നേതാവിനെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമോ എന്നൊരു സംശയം തന്നെയാണ് പൊതുസമൂഹം മുന്നോട്ട് വെച്ചത്. ഏതായാലും ഇതിന് സ്ഥിരീകരണമായിരിക്കുന്നു. ഇന്റർനെറ്റ് കോളുകൾ വന്നിരിക്കുന്നു. അതായത് രവി പൂജാരി പിടിയിലായ സെനഗലിൽ നിന്ന് 4 ഇന്റർനെറ്റ് കോളുകൾ PC ജോർജിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് PC ജോർജിന് ഏത് രീതിയിലുള്ള കോളുകളാണ് വന്നത്, അതായത് ഇന്റർനെറ്റ് കോളുകൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. രവി പൂജാരിയുടെ ഭാഗത്ത് നിന്ന് PC ജോർജിന് ഭീഷണി, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. PC ജോർജിന് ഭീഷണി കോളുകളാണ് വന്നത്. അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി അല്പസമയം മുമ്പ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവ സമയത്ത് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് ഫോൺ കോളുകൾ പോയതായി രേഖകൾ ലഭിച്ചു. അന്വേഷണ സംഘം വിശദാംശങ്ങൾക്കായി മുംബൈയിലേക്ക് തിരിച്ചുവെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, റോബർട്ട് വദ്രയ്ക്ക് ബിനാമി സ്വത്തുക്കൾ ഉള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലണ്ടനിൽ ഫ്ളാറ്റ് വാങ്ങിയതിന്റെ രേഖകൾ കണ്ടെത്തി. ചോദ്യം ചെയ്യലിനായി വദ്ര അല്പസമയത്തിനകം വീണ്ടും ഹാജരാകും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ വദ്രയുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് വലിയ തലവേദനയാവുകയാണോ? ഏതു രീതിയിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, രാഷ്ട്രീയമായ വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇന്ന് 10:30 ഹാജരാകാനായിരുന്നു റോബർട്ട് വദ്രയ്ക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതുവരെയും റോബർട്ട് വദ്ര ഇന്ന് ഹാജരായിട്ടില്ല. അതിന് പകരം 10:30 റോബർട്ട് വദ്രയുടെ അഭിഭാഷകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നലെ 4 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചതാണ്. 6 മണിക്കൂറോളം ചോദ്യം ചെയ്യാൻ നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. 40 ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രയോട് ചോദിച്ചത്. ഇതിന്റെ ഉത്തരങ്ങൾ എഴുതി നൽകാനും ആവശ്യപ്പെട്ടതായാണ്
എന്നൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലടക്കം റോബർട്ട് വദ്ര ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വാങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വീണ്ടും ഹാജരാകാൻ കുറച്ചുകൂടി സാവകാശം തേടിയാണ് അഭിഭാഷക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ 4 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് റോബർട്ട് വദ്ര എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. ഓഫീസ് വരെ പ്രിയങ്ക ഗാന്ധി റോബർട്ട് വദ്രയെ അനുഗമിക്കുകയും ചെയ്തതാണ്. പിന്നീട് തിരിച്ചുപോയ പ്രിയങ്ക ഗാന്ധി ഉടൻ തന്നെ AICC ഓഫീസിൽ എത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അവിടെയാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയത്തിന് വരുന്നത്. തന്റെ കുടുംബത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ലോകത്തെല്ലാവർക്കും അറിയാം തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള വാദമായിരുന്നു പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ടത് ബംഗാളിൽ ശാരദാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി CBI സംഘം എത്തുകയും അത് തടഞ്ഞത് വിവാദമാവുകയും പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അവിടെ മമതാ ബാനർജി പറഞ്ഞത് കേന്ദ്ര ഏജൻസികളെയും അന്വേഷണ സംഘത്തെയും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രം മുതിരുകയാണ് എന്നാണ്. ആ നിലയിൽ കോൺഗ്രസിന് പിന്തുണയ്ക്കുന്നു, ഒപ്പം പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് താൻ ചെയ്യുന്നത്. തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന നിലപാട് മമതാ ബാനർജി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും പാർലമെന്റിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഇതുവരെയും പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വെക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തലവേദനയാകുന്ന ഒന്ന്, ഇന്ന് പി ചിദംബരത്തിന്റെ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. അത് INS മീഡിയ കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഹാജരായിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിനെ തലവേദനയാകുന്ന നിരവധി സംഭവങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ചും റോബർട്ട് വദ്രയ്ക്ക് പുറമെ ഇപ്പോൾ പി ചിദംബരത്തെയും അടക്കം വിവിധ കേസുകളിൽ പ്രതിയാക്കിക്കൊണ്ട് അന്വേഷണ സംഘങ്ങൾ കുരുക്കുമുറുക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റിയത് ചർച്ചയാക്കേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിലപാടുകൾ പലരും മാറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി പാലക്കാട് പറഞ്ഞു. ദേവസ്വം ബോർഡ് അവരുടേതായ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി അവർ ചർച്ച ചെയ്ത് അവരൊരു നിലപാട് പറഞ്ഞു കാണും. അപ്പൊ ഓരോരുത്തരും നിലപാട് മാറ്റിയിട്ടുണ്ടല്ലോ. രാഷ്ട്രീയക്കാർ നിലപാട് മാറ്റിയില്ലേ? ആദ്യം പറഞ്ഞതാണോ പിന്നെ പറഞ്ഞത്? അപ്പൊ നിലപാട് എല്ലാവരും മാറ്റിയാലും മറിച്ചാലും അവസാനമായ ഒരു നിലപാട് പറഞ്ഞത് സുപ്രീം കോടതിയിലാണ്, ഭരണഘടനാ ബെഞ്ചിൽ. ആ ഭരണഘടനാ ബെഞ്ചിൽ എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ. സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച്, ഫുൾ ബെഞ്ച് അതിനെപ്പറ്റി ഒരു വിധി എഴുതാൻ, പറയാൻ, പ്രഖ്യാപിക്കാൻ വെച്ചിരിക്കുകയാണ്. അത് എന്തെന്ന് അറിഞ്ഞിട്ട് അതെങ്കിലും അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം. ഇനി അതിന്റെ പേരിൽ ഒരു പോര് ഈ രാജ്യത്തുണ്ടാകരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കേണ്ടെന്നാണ് തന്റെ അഭിപ്രായമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്നാണ് പൊതു അഭിപ്രായമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP യോഗത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ആരും തന്നെ മത്സരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. BD ജയസിനെ സംബന്ധിച്ചുള്ള SNDP യോഗത്തിന് യാതൊരു അഭിപ്രായം പറയാനില്ല. SNDP യോഗത്തിന്റെ പോഷക സംഘടന അല്ലത്. രാഷ്ട്രീയ പാർട്ടിയല്ല, അവരവരുടേതായ നിലക്ക് ആലോചിച്ച് ആരെങ്കിലും അവർ നിർത്തിക്കോട്ടെ എന്നുള്ളതല്ലാതെ ആ രാഷ്ട്രീയ പാർട്ടി ആര് നിന്നാലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് SNDP യോഗം ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുവാൻ സാധ്യത വളരെ കുറവാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ശബരിമല വിഷയത്തിലും ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് വിഷയത്തിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു വെള്ളാപ്പള്ളി. വിശദാംശങ്ങൾ. രഞ്ജിത്ത്, BDJS NDAയിൽ സീറ്റ് ധാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കേണ്ടതില്ല എന്നതാണ് തന്റെ അഭിപ്രായമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റൊന്ന്, SNDPയുടെ ഭാരവാഹികൾ ആരും തന്നെ ഇതിൽ മത്സരിക്കാൻ പാടില്ല എന്നതാണ് SNDPയുടെ അഭിപ്രായം എന്നും അദ്ദേഹം വ്യക്തമാക്കി. BDJSൽ മത്സരിക്കാനുള്ള ആളുകളെല്ലാം തന്നെ SNDPയുടെ ഭാരവാഹികളാണ് എന്നിരിക്കെ ഇത് കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, ശബരിമല വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ നിലപാടും മറ്റും അത്ര വിമർശനമാക്കേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ ആദ്യം സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പിന്നീട് നിലപാട് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇനി വരാൻ പോകുന്ന സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. അതിന്റെ മുകളിൽ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നതാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി പ്രസാദ്.
എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെന്ന് KSRTC MD-ആയി ചുമതലയേറ്റ MP ദിനേശ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഏൽപ്പിച്ചതിൽ സർക്കാരിനോട് നന്ദിയുണ്ട്. മുൻവിധികളോടെയല്ല സ്ഥാനം ഏറ്റെടുക്കുന്നതെന്നും MP ദിനേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC എനിക്ക് ഒരു പുതിയ മേഖലയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്താണ് അതിൻ്റെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി എങ്ങനെ പോകണമെന്നുള്ളതൊക്കെ കുറച്ച് ടൈം വേണ്ടി വരും ഏതായാലും പറയാം. ഇപ്പോൾ എല്ലാവരും തന്നെ ഈ ടീമിൻ്റെ ഒരു മെമ്പേഴ്സാണ് ശരിക്കും. ആരോടും നമുക്ക് എതിർപ്പോ കാര്യങ്ങളില്ല. എല്ലാവരും ഒരു നന്മയ്ക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായ അഭിപ്രായമുള്ള ആൾ കൂടിയാണ് MP ദിനേശ്. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമൊക്കെ നമ്മൾ ഒരുപാട് നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ KSRTC-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ചുകൂടി പുറകോട്ട് ചിന്തിക്കുന്നു. തനിക്ക് വ്യക്തമായി കാര്യങ്ങൾ അറിയില്ല, പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? തച്ചങ്കരിയെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ ദിനേശ്? സ്വാഭാവികമായി അദ്ദേഹത്തോട് ഇത് തന്നെ ചോദിച്ചിരുന്നു. അതായത് മുൻ MD-മാരായ IPS ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് താൻ ഇവിടെ എത്തിയതേ ഉള്ളൂ, തനിക്ക് വാർത്തകളിൽ നിന്നുള്ള അറിവേ KSRTC കുറിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻ MD-മാരുമായും അവർ നടത്തിയ പരിഷ്കാരങ്ങളുമായും പഠിക്കണം, അതിനുശേഷം അവരുമായി ആശയവിനിമയം നടത്തണം, അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കൂടാതെ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പുകൾ പല ഘട്ടങ്ങളിലും പല MD-മാർക്കും നേരെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതെങ്ങനെ മറികടക്കുമെന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് താൻ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്, മുൻവിധികളോടെ അല്ല താൻ ഇവിടെ എത്തിയതെന്നും സർക്കാർ നൽകിയ ഈ ഒരു അവസരത്തിൽ അതിന് നന്ദി അർപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ടോമിൻ ജെ തച്ചങ്കരി അടക്കമുള്ളവർ മാറ്റി തന്നെ വെക്കുമ്പോൾ KSRTC-യുടെ ട്രേഡ് യൂണിയനുകളുമായി ഒരു തർക്കത്തിന് പോകേണ്ടതില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. KSRTC ചീഫ് ഓഫീസിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തതും. വരും ദിവസങ്ങളിൽ കൂടുതൽ പഠിച്ച ശേഷം വേണ്ട മാറ്റങ്ങളെ കുറിച്ചും മുൻ MD-മാർ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ തുടരുന്ന കാര്യത്തിലും എല്ലാം തീരുമാനമെടുക്കുമെന്നുള്ളതും KSRTC ജീവനക്കാർക്കും KSRTC സ്ഥിരം ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ഉള്ള നിർദ്ദേശങ്ങളും അവരോട് പറയേണ്ട കാര്യങ്ങളും വരും ദിവസങ്ങളിൽ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. ടോമിൻ ജെ തച്ചങ്കരി തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അദ്ദേഹം തുടർന്ന് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. ആ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായി ടോമിൻ ജെ തച്ചങ്കരി തുടങ്ങി അതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തൊഴിലാളി സംഘടനകളുമായുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും അതിന് മുതിരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. അതേസമയം എംപാനൽ ജീവനക്കാരുടെ വിഷയം വലിയൊരു പ്രശ്നമായി തന്നെ പുതിയ MD-യുടെ മുന്നിലും ഉണ്ട്. എംപാനൽ ജീവനക്കാരെ കോടതി വിധി എംപാനൽ ജീവനക്കാർക്ക് എതിരായ സാഹചര്യത്തിൽ ഇനി അവരെ എങ്ങനെ KSRTC-യിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം സർക്കാരിന് മുന്നിലും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അതേസമയമാണ് അവർ സമരം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നതും. ഇപ്പോൾ 18-ാം ദിവസത്തിലേക്ക് കടന്ന് അവരുടെ സമരം രാപ്പകൽ സമരമാക്കി മാറ്റിയിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി ഉമേഷ്. ദേശീയപാത 66-ന്റെ സ്ഥലമെടുപ്പും നഷ്ടപരിഹാരവും നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. പ്രതിപക്ഷത്തു നിന്നും VD സതീശൻ MLA ആണ് നോട്ടീസ് നൽകിയത്. R കിരൺ ബാബു ചേരുന്നു. കിരൺ, സഭയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ, അടിയന്തര പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ എന്താണ്? രഞ്ജിത്ത്, പ്രധാനമായും നമുക്ക് പറയാനുള്ളത് സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒഴിവാക്കിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയം ചർച്ച ചെയ്തത്. ദേശീയപാത 66-ന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അശാസ്ത്രീയമായ അലൈൻമെൻറ്റ്, ശരിയായ നഷ്ടപരിഹാര പാക്കേജ് നൽകുന്നില്ല, ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ജംഗ്ഷനുകൾ അമിതമായ സ്ഥലം ഏറ്റെടുക്കുന്നു. ഈ 3 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് VD സതീശൻ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഇതിന് മറുപടിയായി മന്ത്രി G സുധാകരൻ, പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ പറഞ്ഞത് ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരം പരാതികളുണ്ടെങ്കിൽ ഈ പരാതികൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. നഷ്ടപരിഹാര പാക്കേജ് പരമാവധി മികച്ച രീതിയിൽ നൽകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. കീഴാറ്റൂരിലടക്കം സർക്കാരിൻ്റെ നിലപാട് ശരിയാണെന്ന് വന്നിരിക്കുന്നു. കീഴാറ്റൂരിൽ സമരത്തിന് നേതൃത്വം നൽകിയവരടക്കം അവസാനം ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിരിക്കുന്നു. ഇതാണ് പ്രധാനമായും മന്ത്രി പറഞ്ഞ മറുപടി. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയാണ് പ്രധാനമായും മറുപടി പറഞ്ഞത്. നഷ്ടപരിഹാര പാക്കേജ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുന്നത്.
ഇത് കൂടുതലാണെന്ന പരാതി കേന്ദ്ര സർക്കാർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ജനസാന്ദ്രത അനുസരിച്ച് ഭൂമിയുടെ വിലയും അനുസരിച്ച് ഇത് നൽകാതിരിക്കാനാവില്ല. കൂടുതൽ ദേശീയപാത വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് കൂടുതൽ തുക നൽകണം എന്നത് ന്യായമായ ആവശ്യമാണ്. ഇതിനുവേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം മറ്റൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. ഒരേ ആളുകൾ തന്നെ ഒന്നിലേറെ തവണ സ്ഥലം വിട്ടു നൽകുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന നൽകണം. ഈ ആവശ്യവും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ഈ രണ്ട് ഉറപ്പുകളെ തുടർന്ന് പ്രതിപക്ഷം വാക്കൗട്ട് ഒഴിവാക്കുകയായിരുന്നു. ആ വാക്കൗട്ട് ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഉറപ്പ് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വാക്കൗട്ട് ഒഴിവാക്കിയത്. ശരി കിരൺ. സർക്കാർ സ്കോളർഷിപ്പ് പ്രതീക്ഷിച്ച് സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ചേർന്നവരെ ചതിച്ച് പുതിയ മാനദണ്ഡങ്ങൾ. ചട്ടങ്ങൾ പുതുക്കിയതോടെ BPL വിഭാഗത്തിലെ നിരവധി വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്തായി. സ്കോളർഷിപ്പിന് അർഹത ഓലമേഞ്ഞ വീട്ടിലും പുറമ്പോക്കിലുമൊക്കെ കഴിയുന്നവർക്ക് മാത്രമാക്കിയാണ് സർക്കാർ പരിഷ്കരിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബാങ്ക് പോയിട്ട് ലോൺ തരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ 10-20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതും 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീടേ ഉള്ളൂ. പിന്നെ 4 ചക്ര വാഹനമല്ല എനിക്ക്. പിന്നെ എൻ്റെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPL കാർഡാണ്. 2 വർഷത്തിന് ആ ഒരു പഠനം നടത്തിയൊരു കുട്ടി പെട്ടെന്ന് എടുത്ത് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ പറഞ്ഞിട്ട് ആ കുട്ടി തീർച്ചയായിട്ടും ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ കേരളത്തിൽ പല ആത്മഹത്യ നടക്കും. ഇത് ഒരു രക്ഷിതാവിന്റെ മാത്രം പരാതിയല്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ നിർധന കുടുംബങ്ങളിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും കുടുംബത്തിലെ സ്ഥിതി സമാനമാണ്. പ്രതിസന്ധിക്കു കാരണം സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. അതിങ്ങനെ: കുടുംബത്തിലെ ആർക്കും 25,000 രൂപയിലധികം ശമ്പളമുണ്ടാകരുത്. വീട് ഓലമേഞ്ഞതോ പുറമ്പോക്കിലോ ആകണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളുമുണ്ടാകണം. ഇങ്ങനെയല്ലാത്ത ആർക്കും അർഹതയില്ല. NRI ഫീസിലെ 5 ലക്ഷം രൂപ സ്കോളർഷിപ്പിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 2017 വർഷത്തിൽ മാത്രം 11,80 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഫണ്ടിലുണ്ടായിരിക്കെയാണ് അർഹരായവർക്ക് നിഷേധിക്കപ്പെടുന്നത്. BPL പ്രകാരം ലിസ്റ്റിൽ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് വാങ്ങിവെച്ചിരിക്കുന്ന സംഖ്യ അത്തരം കുട്ടികൾക്ക് വീതിച്ച് നൽകണം. ഇല്ലെങ്കിൽ പഠനം അവതാളത്തിലാവും. ഇവർ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ കണിശമായ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടികളെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. മാനദണ്ഡങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ടെന്നും എന്നാൽ സർക്കാർ തീരുമാനമായതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്നുമാണ് പ്രവേശന കമ്മീഷണറുടെ ഓഫീസ് പ്രതികരിച്ചത്. മെയിൽ വഴിയും അല്ലെങ്കിൽ പോസ്റ്റ് വഴിയും ഒത്തിരി കുട്ടികൾ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന ഉത്തരവുകൾ പാലിക്കപ്പെടേണ്ട ഒരു ഫംഗ്ഷനിങ് ചെയ്യേണ്ട ഒരു ഓഫീസ് മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ തരുന്ന നിർദ്ദേശം വെച്ച് നമ്മൾ ഫോർവേഡ് ചെയ്തു. ഇനി എന്തെങ്കിലും അതിന് മാറ്റം വരുത്തുകയാണെങ്കിൽ ആ രീതിയിൽ അത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 2 വർഷമായിട്ടും സ്കോളർഷിപ്പ് തുക സർക്കാരിൽ നിന്ന് ലഭിക്കാത്തതിനാൽ പല കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ഹാജർ നൽകുന്നുമില്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. റോബർട്ട് വദ്രയ്ക്ക് ബിനാമി സ്വത്തുക്കൾ ഉള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ലണ്ടനിൽ ഫ്ളാറ്റ് വാങ്ങിയതിന്റെ രേഖകൾ കണ്ടെത്തി. ചോദ്യം ചെയ്യലിനായി വദ്ര ഹാജരായി. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നേരത്തെ 10:30 മണിക്ക് ഹാജരാകാനായിരുന്നു വദ്രയോട് നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 11:30 ആയിരിക്കുന്നു. വദ്ര അഭിഭാഷകനെ വിട്ടിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞോ? രഞ്ജിത്ത്, രണ്ടാമത്തെ ദിവസത്തെ ചോദ്യം ചെയ്യൽ അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രാവിലെ 10:30 ഹാജരാകണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയത്. ആ സമയത്ത് അഭിഭാഷകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയത്. പിന്നീട് 1 മണിക്കൂർ വൈകിയാണ് റോബർട്ട് വദ്ര അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. വലിയ മാധ്യമ പട തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തെ ഉൾപ്പെടെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് എത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തിരഞ്ഞുവെങ്കിലും ഒരു തരത്തിലുമുള്ള പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിനുള്ളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഏതാണ്ട് 40 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. എങ്കിലും എല്ലാ ചോദ്യങ്ങളെയും നിഷേധിക്കുന്ന, എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുന്ന സമീപനമാണ് റോബർട്ട് വദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിവാദ ആയുധ വ്യവസായിയുമായി തനിക്ക് യാതൊരു ഇടപാടുമില്ല എന്നുള്ള, സഞ്ജയ് ഭണ്ഡാരിയുമായി ഒരു തരത്തിലുമുള്ള ഇടപാടും ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല ലണ്ടനിൽ തന്റെ പേരിലോ തനിക്ക് ബന്ധമുള്ള ആളുകൾക്കോ സ്വത്തുവകകൾ ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുള്ള കൃത്യമായ തെളിവുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ രേഖകളാണ് ന്യൂസ് 18 പുറത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതും. അതിൻ പ്രകാരം വളരെ കൃത്യമായി ലണ്ടനിൽ അദ്ദേഹത്തിന് ഫ്ളാറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നു. 6 ഫ്ളാറ്റുകളും 2 വീടുകളും ഉൾപ്പെടെയുള്ള സ്വത്തുവകകളാണ് ഉള്ളത്. ഇത് സഞ്ജയ് ഭണ്ഡാരി എന്ന വിവാദ ആയുധ ഇടപാടുകാരനുമായി നടത്തിയ ബിനാമി ഇടപാടാണ്. കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്വത്തുവകകൾ സ്വന്തമാക്കിയത് എന്നും പറയുന്നു. അതോടൊപ്പം റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് സഞ്ജയ് ഭണ്ഡാരിയുടെ അടുത്ത ബന്ധുവായ
മിഥുൻ ചന്ദുമായും നിരവധി തവണ ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റോബർട്ട് വദ്രയുടെ അടുത്ത സഹായിയായ മനോജ് അറോറയാണ് ഇത്തരത്തിൽ ഇമെയിലുകൾ കൈകാര്യം ചെയ്തിരുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ ദില്ലിയിൽ നൽകിയത്. റോബർട്ട് വദ്ര ചോദ്യം ചെയ്യലിനായി ഹാജരായി. ഇന്നും ചോദ്യം ചെയ്യൽ കുറേ സമയം നീണ്ടു നിൽക്കുമെന്നാണ് അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഴക്കാലത്ത് കരിമണൽ ഖനനം നിർത്തിവെക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് ആലപ്പാട് സമരസമിതി. ഖനനം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആലപ്പാട് സന്ദർശിക്കണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം. സമരം 100ാം ദിനത്തിലേക്ക് എത്തുന്ന നാളെ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സേവ് ആലപ്പാട് സമരസമിതിയുടെ തീരുമാനം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. സേവ് ആലപ്പാട് എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന സമരം ഇന്ന് 99ാം ദിവസമാണ്. നാളെ 100 ദിവസം പൂർത്തിയാവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഖനനം നിർത്തിവെക്കാനാവില്ല, പക്ഷേ മഴക്കാലത്ത് ഖനനം ഒഴിവാക്കാം എന്നതാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. ഇത് നേരത്തെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി നിയമസഭയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഇത്തരമൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശത്തോട് സമരസമിതിക്ക് യോജിപ്പില്ല. കാരണം പൂർണ്ണമായും ഖനനം നിർത്തിവെക്കണം, എന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടാണ് സമരസമിതി സേവ ആലപ്പാട് ഖനനവിരുദ്ധ സമരസമിതി സ്വീകരിക്കുന്നത്. മാത്രമല്ല ആലപ്പാട്ടെ അവസ്ഥ നേരിട്ട് അറിയാതെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നുമാണ്. അതായത് ഇന്നലത്തെ പ്രസ്താവന മുഖ്യമന്ത്രി ആലപ്പാട്ടെ അവസ്ഥ നേരിട്ട് അറിയാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നുമാണ് സേവ ആലപ്പാട് സമരസമിതി പറയുന്നത്. നാളെ 100 ദിവസം പൂർത്തിയാവുകയാണ്. ഈ സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തമാക്കാനാണ് സേവ ആലപ്പാട് ഖനനവിരുദ്ധ സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നാളെ 100 പേർ ഐക്യദാർഢ്യ സത്യാഗ്രഹം നടത്തും. സേവ ആലപ്പാട് സമരസമിതി പ്രതിദിനം റിലേ സത്യാഗ്രഹം എന്ന നിലയിൽ 2 പേർ വീതമാണ് സത്യാഗ്രഹം നടത്തുന്നത്. നാളെ 100 പേർ ഐക്യദാർഢ്യ സത്യാഗ്രഹം നടത്തും. മറ്റന്നാൾ 101ാം ദിവസം ഒരു ഗ്രാമം മുഴുവൻ സത്യാഗ്രഹ സമരത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരത്തിൽ അണിനിരക്കാനുമാണ് നിലവിൽ സേവ ആലപ്പാട് ഖനനവിരുദ്ധ സമരസമിതി ആലോചിച്ചിരിക്കുന്നത്. ശരി ശ്യാം. നടിക്കെതിരെ പൾസർ സുനി ഹൈക്കോടതിയിൽ. നടി വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പൾസർ സുനി പറഞ്ഞു. വിചാരണ വൈകിപ്പിക്കാനാണ് വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. നടിയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നും പൾസർ സുനി ആവശ്യപ്പെട്ടു. CN പ്രകാശ് ചേരുന്നു. CN, കോടതിയിൽ ഇന്ന് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ പൾസർ സുനിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പുതിയ ഹർജി നൽകിയിട്ടുള്ളത്. നടി വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പൾസർ സുനി ആരോപിക്കുന്നത്. വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം വിചാരണ വൈകിപ്പിക്കാനാണ് എന്നും പൾസർ സുനി തന്റെ ഹർജിയിൽ ആരോപിക്കുന്നു. നടിയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നും പൾസർ സുനി ആവശ്യപ്പെടുന്നുണ്ട്. വിചാരണ എറണാകുളം സെഷൻസ് കോടതിയിൽ തന്നെ നടത്തണമെന്നാണ് പൾസർ സുനി ആവശ്യപ്പെടുന്നത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്ന ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആക്രമിക്കപ്പെട്ട നടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വനിതാ ജഡ്ജിയെ കൊണ്ട് കേസ് വിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് നടി കോടതിയെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് പാലക്കാട് ജില്ലയിലെ വനിതാ ജഡ്ജിമാരുടെ ലിസ്റ്റ് ഹൈക്കോടതി രജിസ്ട്രാർ കോടതിക്ക് കൈമാറാൻ ഇരിക്കെയാണ് ഇപ്പോൾ പൾസർ സുനി പുതിയ നീക്കവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി പ്രകാശ്. ബാർക്കോഴ കേസിലെ തുടരന്വേഷണം സംബന്ധിച്ച് KM മാണിയും VS അച്യുതാനന്ദനും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 16ലേക്ക് മാറ്റി. കേസിൽ തുടരന്വേഷണം നടത്താനുള്ള വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് KM മാണിയുടെ ആവശ്യം. ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് വിജിലൻസ് നേരത്തെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ കേസ് അന്വേഷിച്ചത് സത്യസന്ധമായാണെന്നും ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം തുടരന്വേഷണത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് VS അച്യുതാനന്ദന്റെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. AICC ആസ്ഥാനത്ത് വൈകിട്ട് 4:30ക്കാണ് യോഗം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും സഖ്യസാധ്യതകളും യോഗം വിലയിരുത്തും. എല്ലാ ജനറൽ സെക്രട്ടറിമാരും അതത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രിയങ്ക ഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്ന യോഗം എന്ന പ്രത്യേകതയുമുണ്ട്. പ്രിയങ്ക ഇന്നലെ AICC ആസ്ഥാനത്ത് എത്തി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരുന്നു. ശനിയാഴ്ച PCC അധ്യക്ഷന്മാരുടെയും നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗവും രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ട്. വയനാട് മണ്ഡലത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിന് പിന്തുണ കൂടുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലപാട് പറയാൻ യൂത്ത് കോൺഗ്രസിനും അവകാശമുണ്ടെന്ന് കോഴിക്കോട് DC സംഘടിപ്പിച്ച DC പ്രസിഡന്റ് T സിദ്ദിഖ് വ്യക്തമാക്കി. അന്തരിച്ച സിറ്റിംഗ് MP MI ഷാനവാസിന്റെ മകൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതോടെയാണ് ഇറക്കുമതി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തിയും പിന്തുണയും വർദ്ധിക്കുന്നത്.
സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുമ്പേ വയനാട്ടിൽ വിവാദം പുകയുകയാണ്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിൽ കണ്ടുവച്ച സീറ്റ് മോഹികൾ തന്നെയാണ് വിവാദത്തിന് പിന്നിൽ. ഇവർ ആദ്യം രംഗത്തിറക്കിയത് യുവതുർക്കികളെയാണ്. അവർ പ്രതിഷേധം പരസ്യമാക്കി. നൂലിൽ കെട്ടി സ്ഥാനാർത്ഥികളെ ഇറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രമേയവും പാസാക്കി. അന്തരിച്ച സിറ്റിംഗ് എം പി MA ഷാനവാസിന്റെ മകൾ അമീന ഷാനവാസിന്റെ സാധ്യതകൾ അടയ്ക്കുക എന്നതായിരുന്നു പ്രമേയത്തിന്റെ ലക്ഷ്യം. പൊതുതാൽപര്യമായതിനാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയത്തെ പഴയതും പുതിയതുമായ ഒരു നേതാവും എതിർത്തില്ല. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു പൊതുന്യായീകരണം. തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. അവർ യൂത്ത് കോൺഗ്രസ് ആണ് അവരുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി നേതൃത്വമാണ് അത് സംബന്ധിച്ച് എല്ലാ തീരുമാനം എടുക്കേണ്ടത്. അമീന ഷാനവാസ് ആദ്യം പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ KSUവിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുതൽ AICC ഭാരവാഹിത്വമുള്ള മുതിർന്ന നേതാക്കൾ വരെ വയനാട് ലക്ഷ്യം വെച്ച് കരുക്കൾ നീക്കുന്നുണ്ട്. ഈ നേതാക്കളും ഇവരുടെ വക്കാലത്തെടുത്തവരും തമ്മിലാകും വരും ദിവസങ്ങളിലെ പോര്. ന്യൂസ് 18 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് യൂത്ത് ലീഗ് നേതാവിന്റെ മുന്നറിയിപ്പ്. യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരമാണ് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവായി മുസ്ലിം ലീഗിൽ ഉയരാറുള്ളതാണ് 3ാം സീറ്റ് ആവശ്യം. എന്നാൽ ഇത്തവണ ചർച്ചയ്ക്ക് ചൂടുപിടിച്ചു. 3ാം സീറ്റ് അവകാശപ്പെട്ടതാണെന്നും ചോദിക്കുമെന്നും ലീഗ് നേതൃത്വം പരസ്യമായി പറഞ്ഞു. ഇതിനിടെയാണ് യുവാക്കൾക്ക് പ്രാതിനിധ്യമെന്ന ചർച്ചയും പാർട്ടിയിൽ ഉയർന്നത്. 3ാം സീറ്റ് വാങ്ങി അതിൽ യുവാക്കളെ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യം. രാജ്യം യുവ ഇന്ത്യയാവുകയാണെന്ന് പറഞ്ഞ യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം ഇത് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വയസ്സൻ ഇന്ത്യയല്ല നമുക്ക് വേണ്ടത്, ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം, ഇന്ത്യ ചെറുപ്പമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകണം. 3ാം സീറ്റ് ആവശ്യം UDFൽ ഉന്നയിക്കാൻ ലീഗ് നേതാക്കൾ മടിച്ചിരിക്കെയാണ്. 10 ചേരുന്ന ലീഗ് യോഗത്തിന് ശേഷമേ ചോദ്യം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ഇതിനിടെയാണ് യുവാക്കളെക്കുറിച്ച് സ്വന്തം പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള യൂത്ത് ലീഗ് നേതാവിന്റെ പ്രസംഗം. ന്യൂസ് 18 കോഴിക്കോട്. ആരാകും സ്ഥാനാർത്ഥി? സംവരണ മണ്ഡലമായ ആലത്തൂരിൽ ചെങ്കോട്ട കാക്കാൻ ഇത്തവണ ഇറങ്ങുക കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണനാകും. സിറ്റിംഗ് MP PK ബിജുവിന് 3ാം ഊഴം നൽകേണ്ട ആവശ്യമില്ലെന്നാണ് പാർട്ടി തീരുമാനം. ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ശക്തിയുള്ള പൊതുസമ്പത്തിനെ ഇറക്കുന്ന അടക്കമുള്ള ആലോചനകളിലാണ് കോൺഗ്രസ്. ഇരുമുന്നണികൾക്കും വെല്ലുവിളി ഉയർത്താനാണ് NDAയുടെ ശ്രമം. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് മാറി ആലത്തൂർ ആയ കാലം മുതൽ ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ട. 2 തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടെന്ന പാർട്ടി തീരുമാനത്തിൽ ഇളവ് നൽകേണ്ട ആവശ്യം ആലത്തൂരില്ലെന്നാണ് CPM പ്രാദേശിക ഘടകത്തിന്റെ നിലപാട്. അതായത് സിറ്റിംഗ് MP PK ബിജുവിന് 3ാം ഊഴം ലഭിക്കില്ലെന്ന് വ്യക്തം. മുൻ സ്പീക്കറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K. രാധാകൃഷ്ണനാണ് പകരക്കാരിൽ മുന്നിൽ. പാലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശാന്തകുമാരിയും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TK വാസുവും സാധ്യതാ ലിസ്റ്റിലുണ്ട്. CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുക. പരിഗണന പല വിഷയങ്ങളിൽ വരും, അതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥിനെ തീരുമാനിക്കുക. CPMന്റെ പൊതുസമ്മതനെ യുവത്വം കൊണ്ട് ചെറുക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂരിന്റെ പേരാണ് പട്ടികയിൽ മുന്നിൽ. പൊതുസമ്മതനെ പരിഗണിച്ചാൽ ഫുട്ബോൾ താരം IM വിജയന് നറുക്കു വീഴും. ആലത്തൂർ MP ആയ ശ്രീ PK ബിജുവിന്റെ പ്രവർത്തനം മാത്രമാണ് UDFന് വിജയസാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ തവണ BJP മത്സരിച്ച ആലത്തൂർ ഇത്തവണ BDJസിന് നൽകാനാണ് NDAയിലെ ധാരണ. BDJ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാബുവിന്റെ പേരാണ് പരിഗണനയിൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. പൊന്നാനകളെ നടക്കിരുത്തി പേരെടുത്ത നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് പൊന്നു വിളയിക്കും? മുസ്ലിം ലീഗോ ഇടതുപക്ഷമോ? പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ഇത്തവണ പറയുന്നത്. 38 വർഷത്തിന് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റാൻ കച്ചമുറുക്കുകയാണ് ഇടതുപക്ഷം. എന്നാൽ കഴിഞ്ഞ തവണ വിറപ്പിച്ച ഇടതുപക്ഷത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ മുട്ടുകുത്തിക്കാനാണ് മുസ്ലിം ലീഗ് കളമൊരുക്കുന്നത്. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയും ഉൾപ്പെടുന്നതാണ് പൊന്നാനി. നിലവിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDFനും 3 LDFനുമാണ്. CPIയിൽ നിന്നും പൊന്നാനി മണ്ഡലം തിരികെ വാങ്ങി 2009 മുതൽ സ്വതന്ത്രനെ ഇറക്കിയാണ് ലോക്സഭയിലേക്ക് CPMന്റെ പോരാട്ടം. ആദ്യം ചരിത്രകാരനും മുസ്ലിം ചിന്തകനുമായ ഹുസൈൻ രണ്ടത്താണി. 2014 കോൺഗ്രസിൽ നിന്നും ഇറങ്ങി വന്ന വ്യവസായി V. അബ്ദുറഹ്മാൻ. 2009 ലീഗ് കോട്ടയിൽ കാര്യമായൊന്നും ചെയ്യാനായില്ലെങ്കിലും 2014 V. അബ്ദുറഹ്മാൻ നടത്തിയ പടയോട്ടം CPMന്റെ ആത്മവീര്യവും പോരാട്ടവീര്യവും വർദ്ധിപ്പിച്ചു. ലീഗിന്റെ ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 82,784 നിന്നും 25,140 കുറയ്ക്കാൻ അബ്ദുറഹ്മാന് സാധിച്ചു. ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയാകാം.
സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാം. സിറ്റിംഗ് MP E.T. മുഹമ്മദ് ബഷീറിന് തന്നെയാണ് ലീഗിൽ ഏറ്റവും സാധ്യത. നിങ്ങളുടെ പാർട്ടിയിൽ ആരും മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ മത്സരിക്കില്ലെന്നോ പുറത്ത് പറഞ്ഞ ഒരു പാരമ്പര്യമില്ല. E.K. സുന്നി വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നതും ഇടതുപക്ഷം ശക്തിയാർജിക്കുന്നതുമാണ് മത്സരിക്കുന്നതിനെക്കുറിച്ച് E.T. ഇപ്പോൾ മനസ്സുറക്കാത്തതിന്റെ പ്രധാന കാരണം. E.T. വീണ്ടും മത്സരിക്കുമോ? ആരാകും ഇടതു സ്വതന്ത്രൻ? SDPI, വെൽഫെയർ പാർട്ടി, INL തുടങ്ങിയവരുടെ സാന്നിധ്യം ലീഗിന്റെ കോണിപ്പടികൾ ഇളക്കുമോ? പൊന്നാനിയിൽ സസ്പെൻസ് തുടങ്ങുകയാണ്. പൊന്നാനിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ചിട്ടികളും നിക്ഷേപ പദ്ധതികളും നിരോധിക്കുന്ന ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളും സ്ഥാപനങ്ങളും നിക്ഷേപം സ്വീകരിക്കുന്നതും പരസ്യം നൽകുന്നതും ശിക്ഷാർഹമായ കുറ്റമാക്കുന്നതാണ് ബില്ല്. അത്തരം സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രശസ്തർ പ്രവർത്തിക്കുന്നതും കുറ്റകരമാണ്. പല പേരുകളിലായി ഒട്ടേറെ നിക്ഷേപ പദ്ധതികൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബില്ല് കൊണ്ടുവന്നത്. 3 വർഷത്തിനിടയിൽ 166 ചിട്ടി തട്ടിപ്പ് കേസുകൾ CBI രജിസ്റ്റർ ചെയ്തതായി നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും തമ്മിലുള്ള രണ്ടാം വട്ട കൂടിക്കാഴ്ച 27, 28 തീയതികളിൽ നടക്കും. ചരിത്രം കുറിച്ച ആദ്യ ഉച്ചകോടി കഴിഞ്ഞ വർഷം സിംഗപ്പൂരിലായിരുന്നുവെങ്കിൽ രണ്ടാം ഉച്ചകോടി വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയി തീരദേശ ടൂറിസം നഗരമായ ഡാനാങ്ങിലാണ്. കൂടിക്കാഴ്ചയുടെ വിവരം ട്രംപ് US കോൺഗ്രസിലാണ് പ്രഖ്യാപിച്ചത്. ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനുള്ള ചർച്ചകളാണ് വിയറ്റ്നാമിൽ ഉണ്ടാവുക. പലിശ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. ശക്തികാന്ത ദാസ് ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനം. റിപ്പോ നിരക്ക് 6.25%, റിവേഴ്സ് റിപ്പോ 6% കുറഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള തീരുമാനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗത്തിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ശക്തികാന്ത് ദാസ് ചുമതലയേറ്റ ശേഷമാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നത്. റിപ്പോ നിരക്ക് 6.25%, റിവേഴ്സ് റിപ്പോ 6% കുറഞ്ഞു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപ് ചേരും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. എത്രയും പെട്ടെന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് 6%, റിപ്പോ നിരക്ക് 6.25% കുറച്ചു. റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നു. ഒരുപക്ഷെ സാധാരണക്കാർക്കടക്കം പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ ഭവന വാഹന വായ്പകളടക്കം പ്രയോജനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കുറവാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. പുതുതായി ചാർജ് എടുത്ത ചുമതലയേറ്റ റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹത്തിന്റെ ആദ്യ തീരുമാനം അത് സാധാരണക്കാരെ വളരെയധികം നല്ല രീതിയിൽ ബാധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാണ്. ശക്തികാന്ത് ദാസ് അദ്ദേഹം ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു. ആനുപാതികമായ നിരക്ക് കുറവ് ബാങ്ക് ലോണുകളിൽ, ഭവന വായ്പകളിലും ഒപ്പം കാർ ലോൺ അടക്കമുള്ള വായ്പകളിൽ ഉണ്ടാകും. അനൂപ് ചേരുന്നു. അനൂപ്, ഈ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു പുതിയ റിസർവ് ബാങ്ക് ഗവർണർ. സ്വാഭാവികമായും ഇതിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കാൻ സാധ്യതയില്ലേ? വാഹന വായ്പകളടക്കം കുറവ് വരാനല്ലേ സാധ്യത? രഞ്ജിത്ത്, 0.5% റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്നത്. 6.5% 6.25% മാറും. റിവേഴ്സ് റിപ്പോ, അതായത് ബാങ്കുകൾ നൽകുന്ന നിക്ഷേപത്തിന് റിസർവ് ബാങ്ക് കൊടുക്കുന്ന പലിശ അത് 6% നിന്ന് 5.25% അങ്ങനെ മാറുകയാണ്. 0.5% കുറവാണ് രണ്ടിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഭവന വായ്പയിലും വാഹന വായ്പയിലും നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. കാരണം 6% നിരക്കിലേക്ക് പലിശ നിരക്ക് വരുമ്പോൾ അത് സാധാരണഗതിയിൽ വൻതോതിലുള്ള ഒരു കുറവുണ്ടാകാറുണ്ട്. 6.5%, 6.25% ഉള്ള സമയത്ത് 0.5% കുറച്ചാൽ പലിശ നിരക്കുകളിൽ കുറവ് സാധാരണഗതിയിൽ വരാറില്ല. പക്ഷേ ഈ 6% എന്നുള്ളത് ഒരു മാർക്കാണ്, ഒരു ബെഞ്ച് മാർക്കാണ് സാധാരണഗതിയിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. 1% വരെ, 0.25% മുതൽ 1% വരെയുള്ള ഒരു നിരക്ക് കുറയ്ക്കാൻ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഭവന മേഖലയിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വൻ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം ഭവന വായ്പകളെ കുറച്ചുകൂടി ആദായകരവും ലാഭകരവുമാക്കി മാറ്റുവാനുള്ള ഒരു തീരുമാനമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് റിസർവ് ബാങ്കിന് ഇതിനു മുൻപ് ഇനി ഒരു യോഗം കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് മുൻപ്. അതിനു മുൻപ് ശക്തികാന്ത ദാസ് ചുമതലയേറ്റ ശേഷം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് നടക്കാൻ പോകുന്ന അവസാന യോഗമായിരുന്നു ഇന്ന്.
ഇന്ന് ഏത് തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ പൊതുവെ വ്യാപാര രംഗത്ത് ആശങ്കയുണ്ടായിരുന്നു. പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കണക്കുകളിലില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം വിലയിരുത്തിയിരുന്നത്. ആ സാഹചര്യവും മറികടന്ന് ഇന്ന് ശക്തികാന്തദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ 0.5% പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വ്യാപാര മേഖലയിലും കാർഷിക മേഖലയിലും ഭവന വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ശമ്പളക്കാരിൽ ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഒരു മാറ്റം ഉണ്ടായേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, അത്തരത്തിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. റിപ്പോ നിരക്കിലും റിവേഴ്സ് റിപ്പോ നിരക്കിലും കുറവ് വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്കിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ശ്രീ കെ പത്മകുമാർ, ഫെഡറൽ ബാങ്കിന്റെ മുൻ ചെയർമാൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പത്മകുമാർ, ഇത്തരത്തിലൊരു കുറവ് പ്രതീക്ഷിച്ചിരുന്നോ ഈ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ? എന്തൊക്കെ പ്രയോജനങ്ങൾ സാധാരണക്കാർക്ക് ഇതുകൊണ്ടുണ്ടാകും? തീർച്ചയായിട്ടും ഇന്ററിം ബജറ്റ് വരുന്നതിന് മുമ്പുള്ള സൂചനകളെല്ലാം ഈ 7-ാം തീയതി ഇന്നത്തെ പോളിസിയിൽ റേറ്റ് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ചില വ്യവസ്ഥകൾ തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലേഷണറി എക്സ്പെക്ടേഷൻസ് കൂട്ടും എന്നുള്ളത് കൊണ്ട് റിസർവ് ബാങ്ക് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് മൊത്തത്തിൽ ഫിനാൻഷ്യൽ ഫീൽഡിലുള്ളവരുടെ എല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് ഏറ്റവും ഉചിതമായ ഒരു നടപടിക്രമമാണ്. പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ 2.32% ഒതുങ്ങി നിൽക്കുന്ന അവസരത്തിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ചുരുങ്ങിയ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുമ്പോൾ പിന്നെ ഫുഡ് പ്രൊഡക്ഷനും അതിനോട് അനുബന്ധമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗറൊക്കെ നോക്കുമ്പോൾ ഒരു ഇൻഫ്ലേഷണറി എക്സ്പെക്ടേഷൻ ഉടനെ ഒരു വലിയ ഭീഷണിയായിട്ട് ഉയരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ക്യാപിറ്റലിന്റെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കണം സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു നടപടിക്രമം, പ്രത്യേകിച്ചും വളർച്ചയ്ക്ക് ഉത്തേജനം കൊടുക്കേണ്ട ഒരു അവസരത്തിൽ. അത് ബജറ്റിന്റെ ഈ പ്രൊവിഷൻസിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നടപടിക്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്നാമതായിട്ട് ഇത് തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കുറയ്ക്കുന്നു. പിന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും അധികം മധ്യവർഗത്തിനാണ് ഈ ബജറ്റിൽ നിന്ന് വലിയ ഒരു നികുതിയിലും അതുപോലെ അനുബന്ധമായിട്ട് അവരുടെ കൺസ്യൂമർ സർപ്ലസിലും ഉണ്ടാകുന്ന വ്യത്യാസം വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും കടമെടുക്കാനും അതോടൊപ്പം തന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുമുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സംജാതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വലിയൊരു ഊന്നൽ നൽകുന്നതായിരിക്കും ഈ 0.5% പലിശ നിരക്കിലുള്ള വ്യത്യാസം. വളരെയധികം നന്ദി ശ്രീ പത്മകുമാർ, ഈ അവസരത്തിൽ വിശദമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.